വയനാട് എന്തുകൊണ്ടും വലിയ തോതിലുള്ള മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ ശ്രദ്ധാകേന്ദ്രമായി. എന്നാൽ ആനി രാജ CPI ദേശീയ നേതാവ് ആനി രാജയെ തന്നെ മത്സരിപ്പിച്ചുകൊണ്ട് ആ രംഗം കൊഴുപ്പിക്കാൻ നോക്കുമ്പോഴാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കൂടി അവിടെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തുന്നത്. അങ്ങനെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്. മാത്രമല്ല BJP അവിടെ ജനകീയ പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയാണ് പ്രചരണ രംഗത്ത് മുന്നേറുകയും ചെയ്യുന്നത്. അതായത് ഒരു ഈസി വാക്ക് ഓവർ, എളുപ്പത്തിൽ ജയിച്ചു കയറാമെന്ന് കരുതിയിരുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ജയം എളുപ്പമല്ല എന്ന് മാത്രമല്ല തോൽവി വഹിക്കുന്ന നിലയിലേക്ക് K. സുരേന്ദ്രൻ എത്തിച്ചിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് ആവേശം പൂർണ്ണമായും തന്നെ നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് റിപ്പോർട്ടർ ശ്രീജിത്ത് എത്തിയിട്ടുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് വയനാട്ടിലെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അതിന്റെ ആവേശഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് കൂടുതലായി പറയാനുള്ളത്? ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വയനാട്. കാരണം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. 2019 തന്നെ ഈ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. തുടർന്ന് വലിയ ശ്രദ്ധ നേടിയിരുന്നു. അതിനുശേഷമായിരുന്നു ഈ 2024 വരുമ്പോൾ ആനി രാജ കൂടി കടന്നു വരുന്നത്. അത്തരത്തിൽ വലിയ മത്സരമാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് വലിയ ഒരു മാസ് എൻട്രി ആയി വന്നിരിക്കുകയാണ് K. സുരേന്ദ്രനും ആനി രാജയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വന്നതോടെ ഈ ജനങ്ങളും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരുമെല്ലാം ആവേശത്തിലാണ്. എന്തായാലും 2019 നിന്ന് വ്യത്യസ്തമായി വലിയൊരു മത്സരമാണ് നിലവിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2009 ഇത്തരത്തിൽ വയനാട് മണ്ഡലം ആദ്യമായി ക്രമീകരിച്ചതിന് ശേഷം രൂപീകരിക്കുന്നത്. പിന്നീടുള്ള 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ആണ് ജയിച്ചത്. 2009 2014 ഈ ഷാനവാസ് MP ആയിരുന്നു ജയിച്ചത്. അതിനുശേഷമായിരുന്നു 2019 രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്നത്. ആ സാഹചര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഉത്തരേന്ത്യയിൽ 2019 വലിയ മോദി തരംഗം ആഞ്ഞു വീശിയിരുന്നു. അതിന്റെ ഫലമായി തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു രാഹുലിന്. അതിനാൽ തന്നെയായിരുന്നു ഇത്തരത്തിൽ 2019 രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ വയനാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ഭാവി പ്രധാനമന്ത്രി തങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഒരാൾ ഉണ്ടാകും, അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമെന്ന രീതിയിലുള്ള വലിയ പ്രചരണമായിരുന്നു അന്ന് അഴിച്ചുവിട്ടത്. അതിന്റെ ഫലമായി തന്നെ 4,31,000-ലധികം വലിയ ഭൂരിപക്ഷം നൽകി, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി രാഹുലിനെ എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടിരുന്നു. എന്തായാലും ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ ആ ജനകീയത പൂർണ്ണമായും ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം വയനാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്. വന്യജീവി പ്രശ്നമുണ്ട്. ഇന്നലെയും ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരു വനവാസി യുവതി മരണപ്പെട്ടു. ഈ 3 മാസത്തിനിടെ 4 പേരാണ് ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ പിന്നോക്കാവസ്ഥ, അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ മണ്ഡലം ത്രികോണ മത്സരമായി മാറിയിരിക്കുന്നത്. എന്തായാലും ആനി രാജയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആനി രാജ കടന്നു വന്നതോടെ തന്നെ ഒരു സൗഹൃദ മത്സരമെന്ന് ആണ് നിലവിൽ ജനങ്ങൾ കാണുന്നത്. കാരണം ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് ഈ കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട്. പക്ഷേ ഈ ആനി രാജ ഈ അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും 2 റൗണ്ട് പ്രചരണം നിലവിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രചരണമാണ് അവർ എന്തായാലും ഈ വയനാട്ടിൽ കാഴ്ചവെക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അവർ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കി BJP വലിയ മത്സരം കാഴ്ചവെച്ചത്. BJPയുടെ K. സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് എന്തായാലും വയനാട്ടിലേക്ക് കടന്നു വന്നത്. ഈ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം, പല മണ്ഡലങ്ങളിലും ഈ BJPക്ക് സ്വാധീനം കുറഞ്ഞ പല മണ്ഡലങ്ങളിലെത്തി വലിയ വിജയങ്ങൾ, വലിയ വോട്ട് ശതമാനങ്ങൾ നേടിയെടുക്കുന്ന ഒരു കഴിവ് എന്തായാലും K. സുരേന്ദ്രനുണ്ട്. അത് കാസർഗോഡ് നാം കണ്ടതാണ്, പത്തനംതിട്ടയിൽ കണ്ടതാണ്, അതോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കോന്നിയിലും മഞ്ചേശ്വരത്തും അത് കണ്ടതാണ്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് നിലവിൽ എന്തായാലും BJP പ്രവർത്തകരും ഈ BJP നേതൃത്വവും മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ കോഴിക്കോടുള്ള 1 മണ്ഡലവും മലപ്പുറത്തെ 3 മണ്ഡലങ്ങളും ചേരുന്നതാണ് ഈ വയനാട്ടിലെ ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ BJPക്ക് കഴിയുമെന്നാണ് BJPയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ എന്തായാലും 5 വർഷം കൊണ്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മലപ്പുറം മണ്ഡലത്തിലെ 3 നിയമസഭാ
നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെ ന്യൂനപക്ഷ കേന്ദ്രീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ കൂടിയ മണ്ഡലങ്ങളിൽ BJP പ്രധാനമായും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് മുത്തലാഖ് പോലുള്ള വിഷയമാണ്. മുത്തലാഖിലൂടെ അത്തരത്തിലുള്ള മോദിയുടെ മുത്തലാഖ് പോലുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മുസ്ലിം വനിതകളിൽ നിന്നും വോട്ട് തേടാമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോടും ഇത്തരത്തിലുള്ള പ്രചരണമാണ് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യമായിരുന്നു വന്യജീവി ശല്യം. അത് ഓരോ ദിവസവും ഇത്തരത്തിൽ ഓരോ ദിവസവുമാണ് വന്യജീവി ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം വന്യജീവി ശല്യം ഉണ്ടായിട്ടും ഈ വയനാടിലെ MP ഉൾപ്പെടെയുള്ളവർ എന്തായാലും വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെയാണ് ജനങ്ങളും വലിയ അമർഷത്തിലാണ്. അതിനാൽ തന്നെ ഈ ഒരു വിജയത്തിൽ നിന്നും അട്ടിമറിയിലേക്ക് പോകാനുള്ള സാധ്യത പോലും ഇപ്പോൾ വയനാട്ടിലേക്ക് വരികയാണ്. കാരണം ത്രികോണ മത്സരമാണ്. ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വയനാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജിജീഷ്, ശ്രീത്ത്, സ്വാഭാവികമായും ശ്രീത്ത് കൃത്യമായി തന്നെ ഒരു അവലോകനമാണ് നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീത്ത് നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് മത്സരിക്കുന്ന രണ്ട് കക്ഷികൾ ഒരു ഭാഗത്ത്, അതായത് കേരളത്തിന് പുറത്തു പോയാൽ ബായി ആയി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരാണ് അവിടെ മത്സര രംഗത്തുള്ളത് പരസ്പരം. അതായത് ആര് ജയിച്ചു വന്നാലും അവിടെ ഒരു കക്ഷിക്ക് പിന്തുണ, ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരക്കുന്ന ആളുകൾ. സ്വാഭാവികമായും ഇതിന്റെ പ്രചാരണ ഭാഗമായി ഏറെ പ്രചാരണ രംഗങ്ങൾ കണ്ട ആളെന്ന ശ്രീത്തിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ചിന്താഗതി ആളുകളിൽ, അതായത് ഇവരിൽ രണ്ടുപേരും ഒന്നാണ് എന്ന മനസ്ഥിതി ആളുകളിലും വന്നിട്ടുണ്ടോ? അവിടെ കെ സുരേന്ദ്രന് അത്തരത്തിലുള്ള ഒരു ആവേശപരമായ സ്വീകരണം കൂടി ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ശ്രീത്ത് അതിന്റെ ഒരു വിശദാംശങ്ങൾ? തീർച്ചയായും ജിജീഷ്, അതൊരു തമാശ രൂപേണയാണ് ഈ CPI പ്രവർത്തകരും CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഉൾപ്പെടെ ഈ കവലകളിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു തമാശ രൂപേണയാണ്. കാരണം ആനി രാജ വിജയിച്ച് ഡൽഹിയിലേക്ക് പോകുകയാണെങ്കിൽ തങ്ങളുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ അത് രാഹുൽ ഗാന്ധിയാണെന്ന് പറയേണ്ട അവസ്ഥയിലാണ് എന്തായാലും ഈ ആനി രാജയ്ക്കുള്ളത്. കാരണം അത്തരത്തിലാണ് ദേശീയ തലത്തിൽ ഇവർ ഒറ്റ സഖ്യമായാണ് മത്സരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ദേശീയ തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു തമാശ രൂപേണയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ എന്തായാലും ആനി രാജയുടെ ഭാഗത്തു നിന്നും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഇവിടെ ശ്രമിക്കുന്നു. അവർ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പ്രധാനമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വനിതകൾക്കിടയിലാണ്. വനിതാ വോട്ട് നേടുവാനാണ് നിലവിൽ ഇവരുടെ ശ്രമം. അതേസമയം BJPയുടെ ഭാഗത്തു നിന്നും വനവാസികൾ കൂടുതലുള്ള മണ്ഡലമാണ്. കാരണം 20%-ലധികം വനവാസികളുള്ള ഒരു മണ്ഡലമാണ്. അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വയനാട്ടിലെ വനവാസികൾ. അതിനാൽ തന്നെ അവരെ സംരക്ഷിക്കുവാനും അവരെ മുന്നോട്ടെത്തിക്കുവാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ വോട്ട് വാങ്ങാനും BJP ശ്രമിക്കുന്നുണ്ട്. അവരുടെ 20%-ലധികം വോട്ടുണ്ട്. അവരെ ഇത്രയും നാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് പൂർണ്ണമായി കോൺഗ്രസിനെയാണ് പിന്തുണച്ചിരുന്നത്. എന്തായാലും അവർക്ക് ഈ 5 വർഷം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രശ്നങ്ങൾ ഈ ലോകസഭയിൽ ഉന്നയിക്കുവാനോ മറ്റു പ്രശ്നങ്ങൾ ഈ ചർച്ചയാക്കുവാനോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ എന്തായാലും രാഹുലിന് കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ഈ വിഭാഗങ്ങളും വലിയ അമർഷത്തിലാണ്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ഹാജരുള്ള ഒരു MP ആണ് രാഹുൽ. കാരണം സുധാകരൻ കണ്ണൂരിലെ MP സുധാകരനാണ് വെറും 51% ഉള്ളത്. അത് കഴിഞ്ഞാൽ വെറും 52% ഉള്ളത് രാഹുലാണ്. അത്തരത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മോശം MP ആയ ഒരു പ്രകടനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ വയനാട്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ത്രികോണ മത്സരം ഉണ്ടായി. 2019 ഏകപക്ഷീയമായ രീതിയിൽ രാഹുൽ വിജയിച്ചെങ്കിൽ എന്തായാലും 2019 ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. കെ സുരേന്ദ്രനും ആനി രാജയും രാഹുലും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായി ഈ 2024 തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഈ മണ്ഡലത്തെക്കുറിച്ച് ചർച്ചയാണ്. കാരണം അമേഠിയിലെ പരാജയത്തിന് ശേഷം വയനാട്ടിലേക്ക് ആയിരുന്നു രാഹുലിന്റെ കടന്നുവരവ്. എന്നാൽ 2019 ഈ സീറ്റിൽ മത്സരിച്ചിരുന്നത് BDJS ആയിരുന്നു. എന്നാൽ 2024 രാഹുലിന് ശക്തമായ മത്സരം കാഴ്ചവെക്കുവാനും മത്സരം കൊടുക്കുവാനും വേണ്ടിയാണ് BJP കെ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ജിജീഷ്.